ഹലോ, നമ്മുടെ മൊബൈൽ ഫോണൊക്കെ പലപ്പോഴും വെള്ളം നനയാറുണ്ടല്ലേ? വെള്ളം കയറാറുണ്ട്. അതായത് ചിലപ്പോൾ മഴ നനഞ്ഞിട്ടാവാം, ഇല്ലെങ്കിൽ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് അബദ്ധത്തിൽ വീണിട്ടാകാം. അങ്ങനെ പല സാഹചര്യങ്ങളിൽ വെള്ളം കയറും. ഈ വെള്ളം കയറി ഉടനെ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? ആദ്യം തന്നെ നമ്മൾ ഊതും, കുടയും, ചാർജ് ചെയ്യും, വെയിലത്ത് കൊണ്ടുവെക്കും. ഇതൊക്കെയല്ലേ നമ്മൾ സാധാരണ ചെയ്യാറ്. എന്തൊക്കെയാണ് ഒരു മൊബൈൽ ഫോൺ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പാടുള്ളത്, ചെയ്യാൻ പാടില്ലാത്തത്? അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. 2-3 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക. ഞാൻ സ്നേഹ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ന്യൂ DS സ്റ്റോറീസ്. പോകാം വീഡിയോയിലേക്ക്. എത്ര സമയം ഫോൺ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നോ അത്രയും ബുദ്ധിമുട്ടായിരിക്കും നമുക്കത് റിക്കവർ ചെയ്യാനും നന്നാക്കി എടുക്കാനും. നല്ല വെള്ളത്തിലാണ് പോയിരിക്കുന്നതെങ്കിൽ ഭാഗ്യം. എന്നാൽ അഴുക്ക് വെള്ളത്തിലോ ഉപ്പ് വെള്ളത്തിലോ ആണ് നമ്മുടെ മൊബൈൽ പോയിരിക്കുന്നതെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഏത് വെള്ളത്തിനായാലും കുഴപ്പമില്ല, നമ്മൾ ആദ്യം തന്നെ ഫോൺ എടുക്കുക. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. വെള്ളത്തിൽ വീണ ഉടൻ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു കാരണവശാലും സ്വിച്ച് ഓൺ ചെയ്യരുത്. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ചിലപ്പോൾ മദർ ബോർഡിലേക്കും സർക്യൂട്ടിലേക്കുമൊക്കെ വെള്ളം കയറാൻ കാരണമായേക്കാം. സ്വിച്ച് ഓൺ ആയിരിക്കുകയാണെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ കൊണ്ടുപോയി ചാർജ് ചെയ്യും. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചാർജ് ചെയ്യരുത്, അത് ഷോർട്ട് സർക്യൂട്ടിന് കാരണമായേക്കാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഊതും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? കുടയും. ഇത് രണ്ടും ചെയ്യാൻ പാടില്ല. ഇതിൽ ഇന്റേണൽ പാർട്സിലേക്ക് വെള്ളം കയറി പോകാൻ സാധ്യത കൂടുതലാണ്. ഒരുപക്ഷെ കയറിയിട്ടുണ്ടാവില്ല. നമ്മൾ വീണ്ടും ഊതുകയും കുടയും ഒക്കെ ചെയ്യുമ്പോൾ ഉള്ളിലോട്ട് വെള്ളം കയറാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത വെയിലത്ത് കൊണ്ട് വെക്കാൻ പാടില്ല. പിന്നെ ഹെയർ ഡ്രയർ ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും പലരും. അങ്ങനെ ഞാൻ പല വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അതും നമ്മുടെ ഉള്ളിലോട്ട് തന്നെ വെള്ളം കയറാൻ മാത്രമാണ് അതിനും കാരണമാകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്. ഇനി എന്തൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്, അല്ലെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യം തന്നെ മൊബൈൽ വെള്ളത്തിൽ നിന്ന് ആദ്യം തന്നെ എടുക്കുക. എടുത്ത ശേഷം അതിന് എന്തൊക്കെ പാർട്സ് നമുക്ക് ഊരി മാറ്റാൻ പറ്റുമോ അതൊക്കെ ഊരി മാറ്റുക. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ എല്ലാ പാർട്സും ബാറ്ററി അടക്കം ഊരി മാറ്റിയിട്ട് നമുക്കത് വീണ്ടും അതുപോലെ തന്നെ തിരിച്ചു വെക്കാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ മൊബൈലെല്ലാം യൂണി ബോഡി ആയിട്ടാണ് വരുന്നത്. സോ നമുക്ക് ഒന്നും അതിൽ നിന്ന് ഊരി മാറ്റാൻ, ബാറ്ററി ഒന്നും സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ നമുക്ക് ഇതിന് എന്തൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ, നമുക്ക് സിം ഊരി മാറ്റാം, അതുപോലെ മെമ്മറി കാർഡ് ഊരി മാറ്റാം. ഇതൊക്കെ ഊരി മാറ്റിയിട്ട് പതുക്കെ നമ്മളൊരു ടിഷ്യൂ പേപ്പറോ ഇല്ലെങ്കിൽ നല്ലൊരു ടവലോ ഇതിലേതെങ്കിലും എടുത്തിട്ട് നമ്മൾ ഫോണിൽ ഇങ്ങനെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്ത് അതിലെ വെള്ളം എങ്ങനെയും നമ്മളെ കൊണ്ട് പറ്റാവുന്നത്രയും രീതിയിൽ അത് ഇങ്ങോട്ട് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ള ഒന്നാണ് ഒരു പാത്രത്തിൽ അരി എടുത്തിട്ട് മൊബൈൽ ഫോൺ അതിൽ മുക്കി വെക്കുക എന്നത്. എന്നിട്ട് 2 ഡേയ്സ് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയാൽ റെഡി ആവുമെന്ന്. അരിക്ക് അന്തരീക്ഷത്തിലെ ജലാംശത്തെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ബട്ട് ഇതൊരു തെറ്റായ പ്രവണതയാണ്. അരിയുടെ പൊടി ഫോണിന്റെ ഉള്ളിൽ കയറി പോകാൻ ചാൻസ് കൂടുതലാണ്. സോ ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് വാക്വം ക്ലീനർ ഉപയോഗിച്ച് നമുക്ക് വെള്ളം അതിൽ നിന്ന് വലിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഹെയർ ഡ്രയർ ആകുമ്പോൾ അത് ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്യുന്നത് നമ്മൾ അത് യൂസ് ചെയ്യുമ്പോൾ. എന്നാൽ വാക്വം ക്ലീനർ ആകുമ്പോൾ അത് നമ്മളെ വെള്ളം വലിച്ചെടുക്കാനാണ് സഹായിക്കുന്നത്. ഇനി നമുക്ക് സിലിക്ക ജെല്ലിൻ്റെ പാക്കറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. സിലിക്ക ജെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോണോ ക്യാമറയോ ടോയ്സോ ഒക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ടൊരു പായ്ക്കോട് കൂടി ഉണ്ടാകുന്നതാണ് ഈ സിലിക്ക ജെൽ. ഇത് അന്തരീക്ഷത്തിലെ ജലാംശത്തെ ഇതിന് വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഈ സിലിക്ക ജെല്ലുകൾ പാക്കറ്റുകളാക്കിയിട്ട് ഒരു കവറിലിട്ടിട്ട് അതിൽ നമ്മുടെ ഈ മൊബൈൽ ഫോൺ ഇട്ടിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ മൊബൈൽ ഫോണിലെ ജലാംശത്തെ ഈ സിലിക്ക ജെല്ലിന് വലിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ സാധാരണ നിലയിൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണെങ്കിൽ നമ്മുടെ മൊബൈൽ ഓൺ ആവേണ്ടതാണ്. ഇനി അഥവാ ഓൺ ആയിട്ടില്ല എങ്കിൽ ഒരു സർവീസ് സെൻറ്ററിനെ സമീപിക്കാവുന്നതാണ്. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അതിന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിലെ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് വരികയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.